ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവരും എണീറ്റോ? ഞാനിതിപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം കുറച്ച് പേരെ ചോദിക്കുന്നത് എന്താ വ്ളോഗ് ഇടാത്തേന്ന്. അപ്പം ഞാൻ കരുതി ഇന്നൊരു വ്ളോഗ് എടുത്തേക്കാം. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? എൻ്റെ കുഞ്ചുദേ കോളേജിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കുഞ്ചു, അമ്മ കിച്ചണിൽ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ കഴിക്കാൻ ഞങ്ങൾക്ക് ദോശയാണ്. അപ്പോഴത്തേക്കും അപ്പൂസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിച്ചു. അത് കഴിഞ്ഞ് ജസ്റ്റ് പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോഴാണ് മാങ്ങ കണ്ടത്. അപ്പോൾ കുറച്ച് കണ്ണിമാങ്ങകൾ വീണ്ടെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി. ഇതേ അമ്മ ചക്ക കൊണ്ടുവച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അമ്മ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പം ദമ്മിട്ടുകൊണ്ടിരിക്കുക. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. അങ്ങനെ ദമ്മൊക്കെ ഇട്ട് സെറ്റായി. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം ഉമ്മറത്ത് പോയിരുന്നു. എന്താ അയ്യാ, ഞങ്ങൾ അച്ചുവിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അച്ചു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അച്ചുവിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വരുന്നു. അച്ചു വന്നിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോ അതെ അതെ അതെ, നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരുന്ന അച്ചു എത്തിയിട്ടുണ്ട്. എത്ര ആളാണ് ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്? 14 തീയതി. അപ്പോഴത്തേക്കും ബിരിയാണിയൊക്കെ അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി, ഫിഷ് ഫ്രൈ, പപ്പടം, സാലഡ്, ചിക്കൻ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. രാത്രി ഇവിടെ വന്നാൽ ജോലി ചെയ്യുന്നില്ല. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കഴിച്ചു. ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒന്ന് കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പം അമ്മ ചായക്ക് നല്ല ബ്രെഡ് പൊരിച്ചതുണ്ടാക്കിയിരുന്നു. അപ്പം ഇതെല്ലാം കൂട്ടി ഞങ്ങൾ ചായ കുടിച്ചു. ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ചു കോളേജിൽ നിന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 4 പേരും കൂടെ ഒന്ന് ജസ്റ്റ് ടൗണിലേക്ക് പോയി. ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ, MES സെൻട്രൽ സ്കൂൾ തിരുനാവായ. ഞാനും കുഞ്ചൊക്കെ പഠിച്ചത് തന്നെയാണ്. ലൈക്ക് കുഞ്ചു. അങ്ങനെ നമ്മൾ ടൗണിലെത്തി. ഇതാണ് തിരൂർ മാർക്കറ്റ്. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഞങ്ങൾക്ക് ഫോൺ കേസൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നതാണ്. അപ്പം നമ്മൾ ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നുള്ള കൺഫ്യൂഷനിലാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഈ ഷോപ്പിൽ കയറി. അങ്ങനെ അവിടെ കുറേ നോക്കി, പക്ഷെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല.
അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നു. അതേ വരുള്ളൂ, പക്ഷെ അങ്ങനെ ആക്ടിങ് അവിടെ ഫുൾ ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ചുമ്മാ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. കുറേ ഷോപ്പുകളുണ്ട്, കുറേ ടോയ്സിൻ്റെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഞങ്ങൾ വെറുതെ അങ്ങോട്ട് പോയി ഓരോന്നൊക്കെ എടുത്ത് നോക്കി. അങ്ങനെ ഞങ്ങൾ അഭിനയം കഴിക്കാൻ വേണ്ടിയിട്ട് ബനാനയിൽ വന്നു. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള അഭിനയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ 4 പേരും 4 വെറൈറ്റി സാധനങ്ങളാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. കഴിക്കുന്നതിന് മുന്നേ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ നെസ്റ്റോയിലേക്ക് പോയി. നെസ്റ്റോയിൽ ഞങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനെന്തോ ഡ്രസ്സ് നോക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മേലെയാണ് ഡ്രസ്സിൻ്റെ സെക്ഷൻ. എന്തെടുക്കാനാണ് നമ്മൾ നെക്സ്റ്റ് വന്നതാണ്. നെക്സ്റ്റ് എന്തൊക്കെ കുറേ ഓഫേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നോക്കി ഡ്രസ്സിന് കുറേ ഓഫേഴ്സ് ഉണ്ട്. നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടല്ലേ. അതായിരിക്കും അപ്പൊ എവിടെ അങ്കമാലി എവിടെ എത്തിയിട്ടുണ്ട്. അപ്പു എന്തോ ട്രാഫിക് പോലീസ് എന്തോ ആണ്. ട്രാഫിക് പോലീസ് അല്ല, ബസ്സിന്റെ കണ്ടക്ടർ എന്തോ ഇറങ്ങിട്ട് റോഡ് ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പൊ ഓൻ വീണ്ടും കേറിപ്പോ എന്തോ പറഞ്ഞ് ഇവരോട് താൻ പോണോ ഓൻ ഉണ്ട് ഞാൻ ഉണ്ട് പറഞ്ഞ് ചിരിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചു. വീണ്ടും പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മളെങ്ങോട്ടാ പോന്നെ? അപ്പൊ നമ്മള് കാളക്കല്യാണം കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അച്ഛൻ കണ്ടിട്ടുണ്ടോ? കാളക്കല്യാണം കണ്ടിട്ടുണ്ടോ? നമുക്കൊന്ന് ആദ്യമായിട്ട് കാളക്കല്യാണം കാണാൻ വേണ്ടി പോവാം. അപ്പം നമ്മളവിടെ പോയി ഒരു കാളയെ കണ്ടു. 1 അല്ല 3 എണ്ണത്തിനെ കണ്ടു. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.